ITV വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിസ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട മലയാളി വീട്ടുജോലിക്കാരി നാട്ടിലേക്ക് മടങ്ങി. ഗൾഫ് ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി. ഈജിപ്തിൽ സ്ഫോടനം, 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. മൊസൂൾ നഗരം ഇറാഖി സേന തിരിച്ചുപിടിച്ചു. ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിന് പുരസ്കാരം. വാർത്തകൾ വിശദമായി. വിസ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട സൗദിയിൽ ജോലിക്കെത്തി ദുരിതത്തിലായ മലയാളി വീട്ടുജോലിക്കാരി വനിതാ അഭയകേന്ദ്രം അധികൃതരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. കർണാടകയിലെ കൂർഗിൽ താമസിക്കുന്ന മലയാളിയായ ശുഭയാണ് ഏജന്റിന്റെ ചതിയിൽപ്പെട്ട ദുരിതത്തിലായത്. ദുബൈയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കെന്ന് പറഞ്ഞാണ് ശുഭയ്ക്ക് ഏജന്റ് വിസ നൽകിയിരുന്നത്. ശുഭയെയും 2 മക്കളെയും ഭർത്താവ് ഉപേക്ഷിച്ചതോടെയാണ് അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തുടങ്ങുന്നത്. ഭർത്താവ് വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകൾ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് പ്രവാസി ജോലി സ്വീകരിക്കാൻ ശുഭ തീരുമാനിച്ചത്. അതിനിടെ നാട്ടിലെ പരിചയക്കാരനായ ഒരു ട്രാവൽ ഏജന്റ് ദുബൈയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ശുഭ സ്വീകരിക്കുകയായിരുന്നു. നല്ലൊരു തുക സർവീസ് ചാർജായി ഏജന്റ് വാങ്ങുകയും ചെയ്തു. ദുബൈയിലെത്തിയ ശുഭയെ പിന്നീട് അറബിയായ മറ്റൊരു ഏജന്റ് സൗദിയിലേക്ക് കടത്തുകയായിരുന്നു. അൽ ഖസീമിലുള്ള ഒരു സൗദി ഭവനത്തിൽ വീട്ടുജോലിക്കായാണ് തന്നെ കൊണ്ടുവന്നതെന്ന് ശുഭയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. വിസ ഏജന്റ് ചതിച്ചതാണെന്ന് ബോധ്യമായെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥയോർത്ത് എങ്ങനെയും ഈ ജോലിയിൽ പിടിച്ചു നിൽക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. എന്നാൽ ആ വീട്ടിലെ ജോലി സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. വിശ്രമമില്ലാതെ രാപ്പകൽ പണിയെടുപ്പിക്കുന്നത് കൂടാതെ സ്പോൺസറുടെ ഭാര്യ വളരെ പരുഷമായാണ് ശുഭയോട് പെരുമാറിയതെന്നും ശുഭ പറയുന്നു. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ നാട്ടിലെ കുടുംബം ഏജന്റിനെതിരെ പരാതി നൽകിയെങ്കിലും മുൻപ് നടന്ന സമാനമായ ഒരു വിസ തട്ടിപ്പ് കേസിൽ ഏജന്റ് അറസ്റ്റിലായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ ജോലി ചെയ്ത സ്ഥലത്തെ മാനസിക പീഡനങ്ങൾ സഹിക്കാനാവാതെ ശുഭ നാട്ടുകാരുടെ സഹായത്തോടെ സൗദി പോലീസിൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് പോലീസ് ശുഭയെ ദമാമിലെ വനിതാ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. അവിടെ വെച്ച് പരിചയപ്പെട്ട നവയുഗം സാമൂഹ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടനോട് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം അഭ്യർത്ഥിച്ചു. മഞ്ജു ശുഭയുടെ സ്പോൺസറെ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം സഹകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഇടപെട്ട് ശുഭയ്ക്ക് ഔട്ട് പാസ് നൽകി അഭയകേന്ദ്രം അധികൃതരുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റ് നേടിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ വഴി തെളിയുകയായിരുന്നു. ഖത്തറുമായി ബന്ധപ്പെട്ട ഗൾഫ് പ്രശ്നം ചർച്ചകളിലൂടെ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ബോറിസ് ജോൺസൺ അഭ്യർത്ഥിച്ചു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രശ്നം പരിഹാരമില്ലാതെ തുടരുന്നതിൽ ജോൺസൺ ആശങ്ക രേഖപ്പെടുത്തി. പ്രശ്നപരിഹാരത്തിന് കുവൈറ്റ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ബ്രിട്ടൻ നൽകുന്ന പിന്തുണയിൽ കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് സന്തുഷ്ടി രേഖപ്പെടുത്തി. കുവൈറ്റ് മന്ത്രിസഭാ കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ മുബാറക് അൽ സബാഹ്, വിദേശകാര്യ സഹമന്ത്രി ഖാലിദ് അൽ ജാർല തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഗൾഫ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ബോറിസ് ജോൺസൺ ഇന്നലെയാണ് കുവൈറ്റിലെത്തിയത്. ഈജിപ്തിലെ വടക്കൻ സിനായിലെ എൽസഫ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം IS ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ 23 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. സൈനിക ചെക്ക് പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു വെള്ളിയാഴ്ച ഭീകരർ ആക്രമണം നടത്തിയത്. ഇസ്മായിലിയ നഗരത്തിലുണ്ടായ വെടിവെപ്പിൽ 14 ഭീകരരെ സൈന്യം കൊലപ്പെടുത്തിയെന്ന വിവരം പുറത്തുവന്ന മണിക്കൂറുകൾക്കകമാണ് എൽസഫ ജില്ലയിൽ സ്ഫോടനമുണ്ടായത്. 2013 മുഹമ്മദ് മുർസിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതു മുതലാണ് ഇവിടെ സൈനികരും ജിഹാദിസ്റ്റുകളും തമ്മിൽ സായുധ കലാപം ആരംഭിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കൈവശമായിരുന്ന മൊസൂൾ നഗരം ഇറാഖി സൈന്യം തിരിച്ചുപിടിച്ചു. ഔദ്യോഗിക സ്ഥിരീകരണമായില്ലെങ്കിലും സൈന്യം ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൊസൂൾ വീഴുന്നത് IS 9 മാസം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇറാഖിലെ 2ാമത്തെ വലിയ നഗരമായ മൊസൂൾ ISൽ നിന്ന് സൈന്യം തിരിച്ചുപിടിച്ചത്. സൈനികരുടെ പോരാട്ടം അന്തിമ വിജയത്തിലേക്കാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മൊസൂളിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്ത ഇറാഖ് സേന വിജയം ഉറപ്പിച്ചു. IS തീവ്രവാദികളെ പൂർണ്ണമായും തുരത്താനുള്ള പോരാട്ടം ഇനി ഏതാനും മീറ്ററുകൾ കൂടി പിടിച്ചെടുക്കുന്നതോടെ പൂർത്തിയാകും. ശക്തമായ ചെറുത്തുനിൽപ്പുകളെ വിഫലമാക്കിക്കൊണ്ടാണ് സേനയുടെ മുന്നേറ്റം. 1 ലക്ഷത്തിലധികം മനുഷ്യരെ മനുഷ്യ കവചമാക്കിയിരുന്നു മൊസൂളിൽ IS ഭീകരർ പിടിമുറുക്കിയിരുന്നത്. ഇതിനെതിരെ ഐക്യരാഷ്ട്ര സംഘടന രംഗത്തു വന്നിരുന്നു. മൊസൂൾ കീഴടക്കിയ സമീപത്തെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് IS ആക്രമണം തുടരുമെന്നാണ് സൂചന.
3 വർഷം മുൻപാണ് ആയിരക്കണക്കിന് IS ഭീകരർ മൊസൂൾ പിടിച്ചടക്കിയത്. ISന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മൊസൂളിലേൽക്കുന്ന തിരിച്ചടി IS എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈഗ്രീസ് നദീതീരത്തെ 1 ചതുരശ്ര കിലോമീറ്റർ താഴെ മാത്രമാണ് ഭീകരരുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ ISന്റെ അവസാന താവളമാണ് ഇറാഖ് സൈന്യം കീഴടക്കിയത്. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ് മൊസൂൾ. 2014 IS ഭീകരർ മൊസൂളിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തത്. ഗൾഫ് മേഖലയിലെ വാണിജ്യ വ്യവസായ മേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച നേട്ടമുണ്ടാക്കിയ സ്ഥാപനത്തിന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്പ് ബിസിനസ് അസംബ്ലി ഏർപ്പെടുത്തിയ മികച്ച റീജിയണൽ എന്റർപ്രൈസസ് പുരസ്കാരം ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിന് ലഭിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചടങ്ങിൽ കമ്പനി ചെയർമാൻ ഷംസുദ്ദീൻ ഒളകര പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച CEO അവാർഡും ക്വാളിറ്റി ഗ്രൂപ്പിന് ലഭിച്ചു. എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളിക്സ്, റീറ്റെയിൽ, ഓഫ്ഷോർ, ഹെൽത്ത് കെയർ, ടെക്നിക്കൽ ഗ്രേഡ്, ലോജിസ്റ്റിക് തുടങ്ങി വിവിധ മേഖലകളിലെ നേട്ടങ്ങളാണ് ക്വാളിറ്റി ഗ്രൂപ്പിന് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തത്. ഈ രാജ്യാന്തര പുരസ്കാരം വലിയ നേട്ടമാണെന്നും ഉപയോക്താക്കളോടുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഷംസുദ്ദീൻ ഒളകര പറഞ്ഞു. $2 ബില്യൺ വിറ്റുവരവുള്ള ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിന് ഇൻഡസ്ട്രിയൽ, ടെക്നിക്കൽ, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, ട്രാൻസ്പോർട്ടേഷൻ, മാനേജ്മെന്റ്, ടെക്നിക്കൽ ട്രേഡ് തുടങ്ങിയ മേഖലകളിൽ സ്ഥാപനങ്ങളുണ്ട്. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.